തലൈവർ രജനീകാന്ത് ഇന്നത്തെ കർണാടക എന്നറിയപ്പെടുന്ന പഴയ മൈസൂർ സംസ്ഥാനത്തിൽ ഒരു മറാത്തി ഹിന്ദു കുടുംബത്തിലാണ് 1950 ഡിസംബർ 12-ന് ശിവാജി റാവു ഗെയ്ക്വാഡ് എന്ന രജനീകാന്ത് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് രാമോജി റാവു ഗെയ്ക്വാഡ് ഒരു പോലീസ് കോൺസ്റ്റബിളും അമ്മ രമാബായി ഒരു സാധാ വീട്ടമ്മയുമായിരുന്നു. രണ്ട് മൂത്ത സഹോദരന്മാരും ഒരു സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിലെ 4 മക്കളിൽ ഏറ്റവും ഇളയ ആളായാണ് രജനീകാന്ത് ജനിക്കുന്നത്. എന്നാൽ പിതാവിൻ്റെ ജോലി സംബന്ധമായി അദ്ദേഹത്തിൻ്റെ കുടുംബം ബാംഗ്ലൂരിലെ ഹനുമന്ത് നഗറിലേക്ക് താമസം മാറി. എന്നാൽ രജനീകാന്തിൻ്റെ 7ാമത്തെ വയസ്സിൽ അമ്മ മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് മൂത്ത സഹോദരനായിരുന്ന സത്യനാരായണ റാവു ആയിരുന്നു. ബാംഗ്ലൂരിലെ ഗവിപുരം ഗവൺമെൻറ് കന്നഡ മോഡൽ പ്രൈമറി സ്കൂളിലായിരുന്നു രജനീകാന്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. കുട്ടിക്കാലത്ത് അദ്ദേഹം കായിക വിനോദങ്ങളിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. രജനീകാന്തിൻ്റെ ബാല്യവും കൗമാരവും ഏറെ ദാരിദ്ര്യമുള്ളതായിരുന്നു. 6ാം ക്ലാസ്സിന് ശേഷം രജനീകാന്ത് ആചാര്യ പാഠശാല പബ്ലിക് സ്കൂളിൽ ചേരുകയും പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാകുന്നതുവരെ അവിടെ പഠിക്കുകയും ചെയ്തു. വളരെ ചെറുപ്രായത്തിലുള്ള അമ്മയുടെ വിയോഗം അദ്ദേഹത്തെ മോശം കൂട്ടുകെട്ടിലേക്ക് നയിച്ചു. മദ്യപാനവും സിനിമ കാണലുമൊക്കെയായുള്ള ജീവിതമായിരുന്നു അത്. അക്കാലത്ത് ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്ന രജനീകാന്ത് അഭിനയമോഹം കൊണ്ട് മദ്രാസിലേക്ക് പോയെങ്കിലും സിനിമയിൽ മുഖം കാണിക്കാൻ കഴിഞ്ഞതുമില്ല, കയ്യിലെ കാശ് തീരുകയും ചെയ്തു. തുടർന്ന് ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങിയ രജനീകാന്ത് ശേഷാദ്രിപുരത്തെ മൈസൂർ മിഷനറിയിൽ കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു. അവിടെ ഒരു ചാക്ക് കെട്ടിന് 10 പൈസ നിരക്കിൽ ലോഡ് കയറ്റുന്ന പണിയായിരുന്നു. എങ്കിലും തൻ്റെ ജീവിത ചെലവിനു വേണ്ടി ആ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം മുഴുവനും രജനീകാന്തിൻ്റെ മദ്യപാനത്തിനും സിനിമ കാണലിനുമൊക്കെയായി തീർന്നു പോകുന്നതിനാലും രജനീകാന്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളതിനാലും മൂത്ത ജ്യേഷ്ഠനായിരുന്ന സത്യനാരായണ റാവു അവരുടെ ബന്ധുവിൻ്റെ ശുപാർശയിൽ മേൽ രജനീകാന്തിന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഒരു കണ്ടക്ടറായി ജോലി വാങ്ങിച്ചു കൊടുത്തു. വളരെ വേഗത്തിലുള്ള ഫിനിഷിങ്ങും ടിക്കറ്റ് കൊടുക്കുന്ന സ്റ്റൈലും കാരണം അദ്ദേഹത്തെ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമായിരുന്നു. അവിടെ വെച്ചാണ് രജനീകാന്തിന് തൻ്റെ എക്കാലത്തെയും ഉറ്റമിത്രമായ രാജ് ബഹദൂർ എന്ന സുഹൃത്തിനെ കിട്ടുന്നത്. വളരെ വേഗത്തിൽ സൗഹൃദത്തിലായ ഇരുവരും ജോലി കഴിഞ്ഞുള്ള സായാഹ്നങ്ങളിൽ നാടക റിഹേഴ്സലും മദ്യപാനവുമൊക്കെയായി ജീവിതം തള്ളി നീക്കുകയായിരുന്നു. അക്കാലത്ത് റിലീസാകുന്ന ശിവാജി ഗണേശൻ്റെയും രാജകുമാറിൻ്റെയും MGRൻ്റെയും സിനിമകളെല്ലാം റിലീസ് ഡേറ്റിൽ കാണുക അവരുടെ ഹോബിയായിരുന്നു. അങ്ങനെ ജീവിതം പൊക്കൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ബസ്സിൻ്റെ പുറകിൽ കൂടി കയറാൻ ശ്രമിച്ച ഒരു പെൺകുട്ടിയുമായി വാക്ക് തർക്കത്തിലാവുകയും പിന്നീട് അത് പ്രണയത്തിലേക്ക് നയിക്കുകയായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥിയായ നിർമ്മല എന്ന പെൺകുട്ടിയായിരുന്നു അത്. അക്കാലത്ത് ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്ന രജനീകാന്തിൻ്റെ ഒരു നാടകം കാണാനിടയായ ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ കഴിവുകളെ മനസ്സിലാക്കുകയും സിനിമാഭിനയത്തിനായി അദ്ദേഹത്തെ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ രജനീകാന്തിൻ്റെ തുച്ഛമായ ശമ്പളം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനത്തിന് തികയില്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയും അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ രാജ് ബഹദൂറും മറ്റും പണം സമാഹരിക്കുകയും രജനിയെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെയ്തു. സിനിമയിൽ വലിയൊരു നായകനായില്ലെങ്കിലും ഒരു വില്ലനെങ്കിലും ആവാൻ കഴിയുമെന്നായിരുന്നു എല്ലാവരുടെയും ഉപദേശം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ സത്യനാരായണ റാവുവിന് രജനീകാന്തിൻ്റെ ഭാവിയിൽ മേൽ ആശങ്കയുള്ളതിനാൽ കണ്ടക്ടർ ജോലി രാജിവെക്കാതെ ലീവെടുത്ത് മാത്രം പോകാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 1973-ൽ മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജനീകാന്ത് ചേർന്നു. ആ കാലത്ത് മദ്രാസിലെ മെൻസ് ഹോസ്റ്റലിൽ പോസ്റ്റ്മാൻ രജനീകാന്തിന് മണി ഓർഡർ കൊണ്ടുവരുമ്പോൾ രജനീകാന്ത് ആരും കാണാതെ പോസ്റ്റ്മാനെ ഹോസ്റ്റലിൻ്റെ ബാക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക പതിവായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ രാജ് ബഹദൂറും മറ്റും അയച്ചു കൊടുത്തിരുന്ന 1-2 രൂപ മറ്റാരും കാണാതെ ഇരിക്കാനായിരുന്നു ഇത്. മലയാളത്തിൻ്റെ താരങ്ങളായ ശ്രീനിവാസനും കൊച്ചു ഹനീഫയും ഉൾപ്പെടെ മറ്റ് താരങ്ങളും അദ്ദേഹത്തിൻ്റെ ജൂനിയറായി ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് തന്നെ രജനീകാന്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ ക്ലാസ് എടുക്കാൻ വന്ന കെ ബാലചന്ദർ എന്നൊരു സംവിധായകൻ തൻ്റെ പുതിയ ചിത്രമായ അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിൽ ഒരു വേഷം നൽകാമെന്നും എന്നാൽ അതിനുവേണ്ടി തമിഴ് പഠിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ തൻ്റെ മോഹസാഫല്യത്തിനായി രജനീകാന്ത് തമിഴ് വളരെ വേഗത്തിൽ തന്നെ പഠിച്ചെടുത്തു. ആ കാലഘട്ടം എന്ന് പറയുന്നത് നടികർ തിലകം എന്നറിയപ്പെടുന്ന ശിവാജി ഗണേശൻ തിളങ്ങി നിന്നൊരു കാലഘട്ടമായിരുന്നു. അതിനാൽ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ 2 ശിവാജി എന്ന പേര് വേണ്ട എന്ന് ബാലചന്ദർ പറയുകയും
ബാലചന്ദ്ര തന്നെയാണ് ശിവാജി റാവുവിനെ രജനീകാന്ത് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ രജനീകാന്ത് ബാലചന്ദ്രനെയാണ് തൻ്റെ സിനിമയിൽ ഗുരുവായി കണക്കാക്കുന്നത്. അങ്ങനെ 75-ൽ അപൂർവ രാഗങ്ങൾ എന്ന തമിഴ് സിനിമയിലൂടെയാണ് രജനീകാന്ത് തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ഇതിൽ ശ്രീവിദ്യ അവതരിപ്പിച്ച നായികയുടെ മുൻ ഭർത്താവായി ഒരു ചെറിയ വേഷത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. പ്രായവ്യത്യാസമുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം എന്ന പേരിൽ വിവാദമാക്കപ്പെട്ടെങ്കിലും ഈ പടം ഏറെ നിരൂപക പ്രശംസ നേടുകയും 76-ലെ 23ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച തമിഴ് ചിത്രത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ 3 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഈ ചിത്രം നേടുകയും ചെയ്തു. അതിനുശേഷം 76-ലെ കന്നഡ ചിത്രമായ കഥ സംഗമ എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അതിൽ സിനിമയുടെ അവസാന ഭാഗത്താണ് രജനീകാന്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഭർത്താവിൻ്റെ അഭാവത്തിൽ അന്ധയായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു ഗ്രാമീണ റൗഡിയായിട്ടായിരുന്നു രജനീകാന്ത് അതിൽ വേഷം ഇട്ടത്. രജനീകാന്ത് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആദ്യ തമിഴ് ചിത്രം മുണ്ടും മുടിച്ചു എന്ന ചിത്രമാണ്. അതിൽ തൻ്റെ മുൻ കാമുകിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം നിറവേറ്റുന്നതിനായി സുഹൃത്ത് അവസാനത്തിൽ തടാകത്തിൽ മുങ്ങി മരിക്കുമ്പോൾ ഉമ്മത്തമായി തുഴയുന്ന ഒരു കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിച്ചത്. ആ സിനിമയിൽ സിഗരറ്റും മുറിച്ച് ചുണ്ടിലേക്ക് വലിച്ചിടുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹത്തെ ജനപ്രിയനാക്കി. എന്നാൽ വർണ്ണവിഭജനങ്ങൾ നിലനിന്നിരുന്ന ആ കാലത്ത് അദ്ദേഹത്തിന് കൂടുതലും ലഭിച്ചിരുന്നത് വില്ലൻ വേഷങ്ങളായിരുന്നു. 77-ൽ റിലീസായ ബാലചന്ദറിൻ്റെ അവർകൾ എന്ന പടവും അതേ വർഷത്തിൽ ഭാരതിരാജയുടെ 16 വയതിനിലെ എന്നിവയും അദ്ദേഹത്തിന് സമാനമായ വേഷങ്ങൾ തന്നെയാണ് ലഭിച്ചത്. 77-ലെ ചിലകമ്മ ചെപ്പണ്ടിയാണ് അദ്ദേഹം ആദ്യമായി നായകനായി അഭിനയിച്ച പടം. അതിൽ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി. എന്നാൽ SP മുത്തുരാമൻ രജനീകാന്തിനെ വെച്ച് ഒരു നല്ല വേഷത്തിൽ പരീക്ഷിച്ചു. അത് 77-ലെ ഭുവന ഒരു കേൾവിക്കുറി എന്ന ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ വിജയത്തോടു കൂടി ഇരുവരും ഏകദേശം 1990 വരെ 24 സിനിമകൾ ഒന്നിച്ചു ചെയ്തു. എന്നാൽ രജനീകാന്തിന് ഒരു സൂപ്പർ സ്റ്റാർ പദവി നേടിക്കൊടുത്ത ചിത്രം M. ഭാസ്കർ സംവിധാനം ചെയ്ത ഭൈരവി എന്ന പടമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ വിതരണക്കാരിൽ ഒരാളായ താണു രജനീകാന്തിൻ്റെ 35 അടി ഉയരമുള്ള ഒരു കട്ടൗട്ട് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം CB ശ്രീധർ സംവിധാനം ചെയ്ത ചതുരംഗ പ്രണയ കഥയായ ഇളമൈ ഊഞ്ഞാൽ ആടുകിറത് എന്ന പടത്തിൽ അദ്ദേഹം അഭിനയിച്ചു. അതിൽ കമൽഹാസൻ അവതരിപ്പിച്ച സുഹൃത്തിനു വേണ്ടി പ്രണയം ത്യജിക്കുന്ന ഒരു വ്യക്തിയുടെ വേഷമാണ് അദ്ദേഹം ചെയ്തത്. ഈ ചിത്രത്തിൻ്റെ വിജയം തെലുങ്കിലേക്കും ആ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു. തുടർന്ന് IV ശശി സംവിധാനം ചെയ്ത അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അദ്ദേഹം ചുവടുവെച്ചു. ഇങ്ങനെയൊക്കെ അദ്ദേഹം പ്രശസ്തമായി തുടർന്നു കൊണ്ടിരുന്നെങ്കിലും രജനിക്ക് അടുപ്പമുള്ള ആ പെൺകുട്ടിയെ പിന്നീടൊരിക്കലും രജനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി രജനി പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. അത് രജനീകാന്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിഷമമായി മാറി. 80-ൽ അമിതാഭ് ബച്ചൻ്റെ ഡോൺ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കായ ബില്ല എന്ന ചിത്രത്തിൽ രജനീകാന്ത് അഭിനയിച്ചു. ഈ ചിത്രം ബോക്സ് ഓഫീസ് തരംഗമായി മാറി. ഇതോടെ രജനി നായകനായ ചിത്രങ്ങൾ ധാരാളം വന്നു തുടങ്ങി. മുരട്ടുകാളൈ, പോക്കിരി രാജ, നാം മഹാനല്ലേ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം വൺ ഹിറ്റായിരുന്നു. K. ബാലചന്ദർ സ്വന്തമായി നിർമ്മിച്ച നെട്രിക്കൻ എന്ന ചിത്രം ഒരു നാഴികക്കല്ലായി മാറി. ഹിന്ദിയിൽ ഹിറ്റായ അമിതാഭ് ബച്ചൻ്റെ പല ചിത്രങ്ങളും തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. അനീതിക്ക് വേണ്ടി പോരാടുന്ന നിഷ്കളങ്കനും കുടുംബത്തെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനുമായ പരിവേഷം തമിഴ് ആരാധകരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കാൻ രജനീകാന്തിന് സാധിച്ചു. 88-ൽ ഡ്വൈറ്റ് H. ലിറ്റിൽ സംവിധാനം ചെയ്ത ബ്ലഡ് സ്റ്റോൺ എന്ന അമേരിക്കൻ സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു. അതിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഇന്ത്യൻ ടാക്സി ഡ്രൈവറായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. ആ കാലഘട്ടത്തിനും കുറച്ച് മുന്നത്തെ വർഷമാണ് ലത രംഗാചാരി എന്ന പെൺകുട്ടി തൻ്റെ കോളേജ് മാഗസിന് വേണ്ടി രജനീകാന്തിൻ്റെ അഭിമുഖം ചെയ്യാനായി എത്തുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയുമായി പ്രണയത്തിലായ രജനീകാന്ത് 81-ൽ ഫെബ്രുവരി 26-ന് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ വെച്ച് ലതയെ വിവാഹം ചെയ്തു. നല്ല നിലയിൽ എത്തപ്പെട്ടപ്പോൾ രജനീകാന്ത് തന്നെ മുന്നേ സഹായിച്ചവരൊക്കെ തന്നോട് ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത്. അവരെല്ലാവരും രജനിയോടൊപ്പം തന്നെ സിനിമാ പ്രവർത്തകരായും നിർമ്മാതാക്കളായും പലവിധ സ്ഥാനങ്ങളിൽ രജനിയോടൊപ്പം തന്നെ നിന്നു. 93-ൽ വള്ളി എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയ രജനി സിനിമാഭിനയം നിർത്തുകയാണെന്ന് ഒരിക്കൽ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്നാൽ ആരാധകരുടെ പ്രതിഷേധം കാരണം ആ തീരുമാനം മാറ്റുകയാണുണ്ടായത്. തുടർന്ന് അദ്ദേഹം അഭിനയിച്ച ഭാഷ, മുത്തു, പടയപ്പ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്നു. ഇതിൽ അദ്ദേഹം അഭിനയിച്ച ഭാഷ എന്ന ചിത്രം തമിഴിൽ അദ്ദേഹത്തിന് ഒരു അർദ്ധദൈവ പരിവേഷം കൊടുത്തു.
മോഹൻലാലിൻ്റെ തേന്മാവിൻ കുമ്പത്തിൻ്റെ റീമേക്കായ മുത്തു എന്ന പടം രജനീകാന്ത് അഭിനയിച്ച് തമിഴിൽ വൻ ഹിറ്റാക്കുകയും ചെയ്തു. രജനിയുടെ ഓരോ പടത്തിലെയും ഡയലോഗുകൾ ജനം ഏറ്റെടുത്തു തുടങ്ങി. 99-ൽ പടയപ്പയുടെ വിജയത്തിന് ശേഷം 3 വർഷത്തിന് ശേഷമാണ് ബാബ എന്ന ചിത്രം വന്നത്. എന്നാൽ അത് പരാജയമായതോടെ സിനിമാ വിമർശകരുടെ എണ്ണം കൂടുകയും അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞെന്ന് വിധിയെഴുതുകയും ചെയ്തു. എന്നാൽ സിനിമാ പ്രവർത്തകർക്കെല്ലാമുണ്ടായ നഷ്ടം രജനി നികത്തി. എന്നാൽ ഇതിനെല്ലാം മറുപടിയായി 2005-ൽ ചന്ദ്രമുഖി എന്ന ചിത്രവുമായി രജനി വീണ്ടും എത്തി. മലയാളത്തിലെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ റീമേക്ക് ചിത്രമായ പടം ഏകദേശം 900-ലധികം ദിവസം പ്രദർശിപ്പിച്ചു. നയൻതാരയുടെ സൂപ്പർ താര പദവിയിലേക്കുള്ള വളർച്ചയ്ക്കും വഴിയൊരുക്കിയത് ഈ ചിത്രമായിരുന്നു. പിന്നീട് ഇറങ്ങിയ ശിവാജി, എന്തിരൻ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ വൻ ഹിറ്റായിരുന്നു. 2010-ന് ശേഷം റിലീസ് ചെയ്ത രജനി ചിത്രങ്ങൾ ആരാധകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. ചില ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞെന്നും വീണ്ടും പ്രചാരമുണ്ടായി. എന്നാൽ 2019-ൽ പേട്ട എന്ന ചിത്രം വൻ ഹിറ്റായി. ഇതിനിടയിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനത്തിന് ചർച്ച തുടക്കമിട്ടെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജയിലർ എന്ന പടം ഹിറ്റാവുകയും രജനീകാന്ത് റെക്കോർഡ് പ്രതിഫലം നേടുകയും ചെയ്തു. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിനെ തേടി വന്നിട്ടുണ്ട്. നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തിനെ തേടി വന്നിട്ടുണ്ട്. ആരും കേട്ടിരുന്നു പോകുന്ന അംഗീകാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. 84-ൽ നല്ലവനുക്കും നല്ലവൻ എന്ന ചിത്രത്തിന് മികച്ച തമിഴ് നടനുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. 84-ൽ കലൈമാമണി പുരസ്കാരവും 89-ൽ MGR പുരസ്കാരവും തമിഴ്നാട് സർക്കാരിൽ നിന്നും അദ്ദേഹം ഏറ്റുവാങ്ങി. 2007-ൽ ശിവാജി, 2010-ലെ എന്തിരൻ എന്നീ ചിത്രത്തിലെ അഭിനയത്തിന് ഫിലിംഫെയർ അവാർഡ് വീണ്ടും ലഭിച്ചു. 2007-ലെ ഇന്ത്യ എൻ്റർടൈനർ ഓഫ് ദ ഇയറായി NDTV അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അതേ വർഷം തന്നെ രാജ് കപൂർ അവാർഡ് മഹാരാഷ്ട്ര സർക്കാർ അദ്ദേഹത്തിന് നൽകി. കൂടാതെ 2010-ൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഇന്ത്യക്കാരനായി ഫോബ്സ് ഇന്ത്യ തിരഞ്ഞെടുക്കുകയുണ്ടായി. 2013 ഡിസംബറിൽ 25 മികച്ച ഗ്ലോബൽ ലിവിംഗ് ഇതിഹാസങ്ങളിൽ ഒരാളായി NDTV അദ്ദേഹത്തെ ആദരിച്ചു. കൂടാതെ 2021 ഒക്ടോബർ 25-ന് അദ്ദേഹത്തിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുകയും ചെയ്തു. 2000-ൽ പത്മഭൂഷണും 2016-ൽ പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. തുടങ്ങിയവയാണ് ചുരുക്കം ചില അവാർഡുകൾ. രജനീകാന്ത് മറ്റ് നടന്മാർക്ക് ഒരു മാതൃകയാണ്. സ്റ്റൈല് കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഇന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നത് ഒരത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തമിഴിൽ ഏറ്റവും മൂല്യമുള്ള താരങ്ങളിൽ ഒരാളെ പറഞ്ഞാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് രജനീകാന്ത് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. തമിഴ് സിനിമയുടെ തല തന്നെ എന്ന് പറയാം രജനീകാന്തിനെ. തമിഴ് സിനിമയുടെ കാരണവർ, തലതൊട്ടപ്പൻ, മറ്റ് നടന്മാരുടെയെല്ലാം വഴികാട്ടി, തമിഴ് സിനിമയുടെ തന്നെ വഴികാട്ടി എന്ന് വേണമെങ്കിൽ രജനീകാന്തിനെ വിശേഷിപ്പിക്കാം. രജനീകാന്ത് തമിഴ് സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ ഏറെയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവം തന്നെ തമിഴ് സിനിമയുടെ പകുതി നഷ്ടം തന്നെയായിരിക്കും. കാരണം തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് രജനീകാന്ത് തന്നെയാണ്. തമിഴ് സിനിമയുടെ തലൈവർ, തമിഴ് മക്കളുടെ തലൈവർ ഒരേയൊരു രജനീകാന്ത്.